1992 ജൂൺ 8 കാലിഫോർണിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കാലിഫോർണിയ സ്റ്റേറ്റിലെ സാക്രമെന്റോ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ഫാമിലിയായിരുന്നു ബാരൻ ഫാമിലി. ജാക്ക് ബാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഐറിൻ, ഇവരുടെ 4ഉം 3ഉം വയസ്സുള്ള മക്കളായ ജെർമി, ആഷ്ലി എന്നിവരടങ്ങുന്നതായിരുന്നു ബാരൻ ഫാമിലി. വളരെ സന്തോഷകരമായി ജീവിച്ചിരുന്ന ഇവരുടെ കുടുംബത്തിലേക്ക് 1992 ജൂൺ മാസത്തിൽ ഒരു ദുരന്തം കടന്നുവരുന്നു. ജാക്ക് ബാരന്റെ ഭാര്യ ഐറിന്റെ ദുരൂഹ മരണമായിരുന്നു അത്. യാതൊരു രോഗലക്ഷണങ്ങളുമില്ലാത്ത പൂർണ്ണ ആരോഗ്യവതിയായ ഐറിൻ ഒരു ദിവസം രാത്രി ഉറങ്ങാനായി കിടന്നതാണ്. അടുത്ത ദിവസം രാവിലെ അവർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റില്ല. തികച്ചും അപ്രതീക്ഷിതമായി ഉറക്കത്തിൽ നടന്ന ഐറിന്റെ മരണം ജാക്ക് ബാരനെയും കുട്ടികളെയും തളർത്തിക്കളഞ്ഞു. പക്ഷേ പിന്നീടാണ് ഐറിന്റേത് ഒരു സാധാരണ മരണമായിരുന്നില്ല എന്നും ഒരു കൊലപാതകമായിരുന്നു എന്നും തിരിച്ചറിഞ്ഞത്. അതിനോടകം ബാരൻ ഫാമിലിയിൽ 3ഓളം അനിഷ്ട സംഭവങ്ങൾ വീണ്ടും നടന്നു കഴിഞ്ഞിരുന്നു. 1992 അമേരിക്കയെ ഞെട്ടിച്ച ദ ബാരൻ ഫാമിലി മർഡേഴ്സിനെ കുറിച്ചുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ആയിരത്തി 1962 ജാക്ക് ബാരൻ ജനിച്ചത്. ടീനേജ് പ്രായത്തിൽ തന്നെ ജാക്കിനെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അച്ഛൻ ഉപേക്ഷിച്ചു. പിന്നീട് അമ്മ റോബർട്ട ബട്ട്ലറിന്റെ കൂടെയായിരുന്നു ജാക്ക് ബാരൻ ജീവിച്ചത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർട്ട് ടൈം സ്റ്റോർ ക്ലർക്കായി ജോലി ചെയ്തിരുന്ന ജാക്ക് ബാരൻ 24-ാം വയസ്സിൽ 1986 ഐറിൻ പാഗറ്റിനെ കണ്ടുമുട്ടുന്നതും ഇരുവരും ഇഷ്ടത്തിലായതും. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന ജാക്ക് പാഗറ്റിന്റെയും നോർമയുടെയും 4 മക്കളിൽ ഇളയ മകളായിരുന്നു ഐറിൻ. 1976 തന്നെ ഐറിൻ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ആ ബന്ധം ഡിവോഴ്സിൽ അവസാനിക്കുകയായിരുന്നു. ആ സമയം നോർത്ത് സാന്റിയാഗോയിൽ താമസിച്ചിരുന്ന ഐറിൻ 1986 ജനുവരിയിൽ അവളുടെ സുഹൃത്തിനൊപ്പം സാക്രമെന്റോയിലെത്തി ഒരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്ത് താമസിക്കാൻ തുടങ്ങി. ഒരു റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിരുന്ന ഐറിൻ 1986 ഫെബ്രുവരിയിലാണ് ജാക്ക് ബാരനെ കണ്ടുമുട്ടുന്നതും ഇരുവരും അടുപ്പത്തിലാവുന്നതും. 2 വർഷത്തോളം പ്രേമിച്ചു നടന്ന അവർ 1988 വിവാഹം കഴിച്ചു. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന ജാക്ക് ബാരൻ വിവാഹശേഷം സ്വന്തമായൊരു വീട് വാങ്ങി ഐറിനുമായി അങ്ങോട്ട് താമസം മാറ്റി. വിവാഹശേഷം ഐറിൻ ജോലിക്ക് പോയിരുന്നില്ല. ജാക്കിനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ചെറിയൊരു ജോലിയാണ്. കാര്യമായ സാലറിയൊന്നുമില്ല. പുതിയ വീട് വാങ്ങിച്ചത് ലോൺ എടുത്തിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചാണ് അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഇതിനിടെ അടുത്തടുത്ത വർഷങ്ങളിൽ അവർക്ക് 2 കുട്ടികൾ കൂടി ജനിച്ചതോടെ സാമ്പത്തിക ബുദ്ധിമുട്ട് രൂക്ഷമായി. ഇതോടെയാണ് മറ്റെന്തെങ്കിലും ഒരു വരുമാന മാർഗത്തെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ജാക്കിനെ സഹായിക്കാനായി വീട്ടിൽ തന്നെ ഒരു ഡേ കെയർ ആരംഭിക്കാൻ ഐറിൻ തീരുമാനിച്ചു. എന്തായാലും തനിക്ക് 2 കുട്ടികളെ നോക്കണം. കുറച്ച് കുട്ടികളെ കൂടി നോക്കുകയാണെങ്കിൽ ഒരു വരുമാനമുണ്ടാക്കാമല്ലോ എന്ന ഐറിന്റെ തീരുമാനത്തെ ജാക്ക് പൂർണ്ണമായും പിന്തുണച്ചതോടെ അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡേ കെയർ ആരംഭിച്ചു. പരിസര പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം ചെന്ന് ക്യാൻവാസ് ചെയ്യുക കൂടി ചെയ്തതോടെ അത്യാവശ്യം കുട്ടികളെയെല്ലാം അവർക്ക് ലഭിച്ചു. വീട്ടുചെലവുകൾക്കുള്ള തുക ഐറിൻ കണ്ടെത്താൻ തുടങ്ങി. അത് ജാക്കിന് ഒരാശ്വാസമായിരുന്നു. 2 വർഷങ്ങൾ കടന്നുപോയി. പതിയെ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങിയ സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായി ആ ദുരന്തം കടന്നുവരുന്നത്. 1992 ജൂൺ 8 രാവിലെ 7 മണിയായി കാണും. പതിവ് പോലെ തന്റെ മക്കളെ ഡേ കെയറിലാക്കാനായി എത്തിയതായിരുന്നു ക്രിസ്റ്റീന ഹാമിൽട്ടൺ എന്ന സ്ത്രീ. എല്ലാ ദിവസവും വീടിന്റെ മുൻവാതിൽ തുറന്നുവെച്ച് കുട്ടികളെ കാത്തിരിക്കുന്ന ഐറിൻ അന്ന് ഡോർ തുറന്നിട്ടില്ല. ആ സ്ത്രീ കോളിംഗ് ബെല്ലടിച്ച് കുറെ നേരം കാത്തുനിന്നെങ്കിലും ആരും ഡോർ തുറന്ന് പുറത്തു വന്നില്ല. ക്രിസ്റ്റീനയ്ക്കാണെങ്കിൽ ജോലിക്ക് പോവാൻ സമയവുമായി. ഐറിൻ വാതിൽ തുറക്കാതിരുന്നതോടെ ക്രിസ്റ്റീന മകളെ അവരുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലാക്കിയതിനു ശേഷം ജോലിക്ക് പോയി. എന്നാൽ ജോലി സ്ഥലത്തെത്തിയിട്ടും ക്രിസ്റ്റീനയുടെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ടായിരുന്നു. രാവിലെ ഐറിന്റെ വീടിനകത്തു നിന്നും അവളുടെ കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടിരുന്നോ എന്ന തോന്നലാണ് ക്രിസ്റ്റീനയുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയത്. ജോലിക്ക് പോവേണ്ട തിരക്കിൽ ക്രിസ്റ്റീന അത് കാര്യമാക്കാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ ക്രിസ്റ്റീന ലീവ് ചോദിച്ച് ഓഫീസിൽ നിന്നും ഇറങ്ങി. 8 മണിക്ക് തന്നെ അവർ ഐറിന്റെ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴും മുൻവാതിൽ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അവർ ആ വീടിന് ചുറ്റും ഒന്ന് നടന്നു നോക്കിയപ്പോഴാണ് അകത്ത് കുട്ടികളുണ്ട് എന്നും അവർ കരയുകയാണ് എന്നും ക്രിസ്റ്റീനയ്ക്ക് മനസ്സിലായത്. പുറകുവശത്തെ ഡോർ അടച്ചിരുന്നില്ല. അതിനാൽ ക്രിസ്റ്റീന അതിലൂടെ വീടിനകത്തേക്ക് കയറി. അവരെ കണ്ടതും ഐറിന്റെ മകനായ ജെർമി ഓടിവന്ന് അമ്മയെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി.
ക്രിസ്റ്റീന ആ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിനകത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഐറീൻ നിലത്ത് അനങ്ങാതെ കിടക്കുകയാണ്. രാത്രി ഉറങ്ങുമ്പോൾ ധരിച്ച നൈറ്റ് ഡ്രസ്സ് തന്നെയാണ് അവളുടെ വേഷം. ഐറീന്റെ അടുത്തായി 2 പില്ലോകളും ബെഡിൽ ചോര പുരണ്ട മറ്റൊരു പില്ലോയും കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ക്രിസ്റ്റീന ഐറീന്റെ പൾസ് പരിശോധിച്ചു. പൾസില്ല. ക്രിസ്റ്റീന ഉടനെ തന്നെ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു. മെഡിക്കൽ ടീമാണ് സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തിയത്. പക്ഷേ ഐറീന്റെ മരണം സ്ഥിരീകരിക്കുകയല്ലാതെ അവർക്ക് കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും പോലീസ് സ്ഥലത്തെത്തി. അവർ ക്രിസ്റ്റീന ഹാമിൽട്ടനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം അവർ ആ വീട് മുഴുവൻ പരിശോധിച്ചു. ആരെങ്കിലും ആ വീട്ടിലേക്ക് അതിക്രമിച്ചു വന്നതിന്റെയോ അടിപിടി നടന്നതിന്റെയോ ഒരു ലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല. സെക്ഷൽ അബ്യൂസോ തെഫ്റ്റോ നടന്നിട്ടില്ല. പക്ഷേ 34 വയസ്സുള്ള ആരോഗ്യവതിയായ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്ന കാഴ്ച ദുരൂഹതകൾ ഉണ്ടാക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മിക്ക ദിവസങ്ങളിലും സൂപ്പർ മാർക്കറ്റിൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഐറീന്റെ ഹസ്ബൻഡ് അപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. 9:30 ജാക്ക് ബാരൻ ആ വീട്ടിലെത്തിയത്. വീടിന് മുന്നിൽ പോലീസും നാട്ടുകാരും നിറഞ്ഞു നിന്നിരുന്ന കാഴ്ച കണ്ട് ജാക്ക് ഭയന്നു. കുറച്ചു സമയത്തിനകം ഒരു പോലീസുകാരനിൽ നിന്നും തന്റെ ഭാര്യ മരിച്ചു എന്ന വാർത്ത കേട്ട ജാക്ക് ബാരൻ അവിടെ തന്നെ കുഴഞ്ഞു വീണു. മെഡിക്കൽ ടീം ജാക്കിന് ചികിത്സ നൽകി. മയക്കത്തിൽ നിന്നും എഴുന്നേറ്റ ജാക്ക് ബാരൻ ഭാര്യയെ കാണാനായി വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. ഐറീന്റേത് ഒരു കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും ഫോറൻസിക് ടീം തെളിവുകൾ കളക്ട് ചെയ്യുകയാണ് എന്നും പറഞ്ഞാണ് പോലീസ് ജാക്കിനെ തടഞ്ഞത്. അതിനുശേഷം ജാക്കിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. മിക്ക ദിവസങ്ങളിലും നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാറുള്ള ജാക്ക് ബാരൻ തലേ ദിവസം രാത്രി 11 മണിയോടെയാണ് വീട്ടിൽ നിന്നും പോയത്. ആ സമയം ഐറീന് ചെറിയ തലവേദനയും ചുമയും ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ജാക്ക് ബാരന്റെ മൊഴി. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ഫോറൻസിക് പാത്തോളജിസ്റ്റ് പ്രഥമദൃഷ്ടിയിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ പോലീസുകാരുമായി ഷെയർ ചെയ്തു. ഐറീന്റെ ശരീരം മുഴുവൻ മരവിച്ചിട്ടുണ്ട്. മരണം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഡെഡ് ബോഡിക്ക് അരികിൽ കിടന്നിരുന്ന പില്ലോകളിലൊന്നിൽ ഐറീൻ മുഖത്ത് മേക്കപ്പിനായി തേച്ച ക്രീമിന്റെ പാടുകളുണ്ട്. അതുപോലെ ബെഡിലുണ്ടായിരുന്ന മറ്റൊരു പില്ലോയിൽ ചോരപ്പാടുകളും കാണാം. ഐറീന്റെ മൂക്കിലൂടെ ചോരയൊലിച്ചിറങ്ങിയതിന്റെ പാടുകളുണ്ട്. ആ ചോര തന്നെയായിരുന്നു ആ പില്ലോയിലുമായിരിക്കുന്നത്. ഒരു മർഡറാണോ നടന്നത് എന്ന് കണ്ടെത്താൻ മാത്രമുള്ള കാര്യമായ എവിഡൻസുകളൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ തലവേദന വന്നപ്പോൾ പില്ലോയിൽ മാറി മാറി മുഖമമർത്തി കിടന്നതുകൊണ്ടാവും അങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു സംശയവുമുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയാലേ കൂടുതൽ വിവരങ്ങൾ അറിയൂ എന്നതായിരുന്നു ഫോറൻസിക് പാത്തോളജിസ്റ്റ് പറഞ്ഞത്. തെളിവെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയായപ്പോഴും മരണകാരണം കൃത്യമായി കണ്ടെത്താൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. അതായത് കൊലപാതകമാണോ നാച്ചുറൽ ഡെത്താണോ നടന്നത് എന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം. രാത്രി 7:30 മരണം നടന്നിരിക്കുമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് ഐറീന്റെ ഭർത്താവ് ജാക്ക് ബാരനെ സംശയിക്കാനിടയാക്കി. കാരണം താൻ 11 മണിക്കാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നും അപ്പോൾ ഐറീന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുമാണ് ജാക്കിന്റെ മൊഴി. മരണസമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടും ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും ഐറീന്റെ ശരീരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടും ഇതൊരു നാച്ചുറൽ ഡെത്തായി പരിഗണിച്ച് പോലീസ് കേസ് അവസാനിപ്പിച്ചു. അമ്മ നഷ്ടപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കേണ്ട അവസ്ഥ കൂടി വന്നതോടെ ജാക്ക് ബാരന്റെ ജീവിതം വീണ്ടും ദുരിതങ്ങൾ നിറഞ്ഞതായി. അദ്ദേഹത്തിന് കൃത്യമായി ജോലിക്ക് പോവാനോ കുട്ടികളെ നല്ല രീതിയിൽ നോക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ജാക്ക് ബാരന്റെ അവസ്ഥ കണ്ട അയൽവാസികളും ബന്ധുക്കളുമെല്ലാം സിമ്പതിയുടെ പുറത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ കുട്ടികളെ നോക്കാനും ജോലിക്ക് പോവാനും ഒരേ സമയം കഴിയാത്തതുകൊണ്ട് തന്നെ ജാക്ക് ബാരൻ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ജാക്കിന്റെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്റ്റാർല ഹൈൻസ് എന്ന സ്ത്രീയെയായിരുന്നു ജാക്ക് വിവാഹം കഴിച്ചത്. സ്റ്റാർലയുടെയും 2ാം വിവാഹമായിരുന്നു അത്. ആദ്യ വിവാഹത്തിൽ 8ഉം 6ഉം വയസ്സുള്ള 2 മക്കൾ അവർക്കുണ്ട്. ചുരുക്കത്തിൽ 4 കുട്ടികളുമായി ജാക്ക് ബാരനും സ്റ്റാർലയും അവരുടെ പുതുജീവിതം ആരംഭിച്ചു. എന്നാൽ ആ ബന്ധം അധികകാലമൊന്നും മുന്നോട്ടു പോയില്ല. തുടർച്ചയായി ജാക്കിനും സ്റ്റാർലയ്ക്കുമിടയിൽ തർക്കങ്ങളുണ്ടായി. കുട്ടികളോടുള്ള ജാക്കിന്റെ മോശം പെരുമാറ്റമായിരുന്നു തർക്കത്തിന്റെ കാരണം. ഒരു ദിവസം ജാക്കിന്റെ മൂത്ത മകൻ ജെർമി അവന്റെ അമ്മയെക്കുറിച്ചോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനെ സ്നേഹത്തോടെ സമാധാനിപ്പിക്കാൻ നിൽക്കാതെ നിലവിളിക്കുകയാണ് ജാക്ക് ബാരൻ ചെയ്തത്. നീ ഇപ്പോൾ കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ നിന്റെ അമ്മ പോയ സ്ഥലത്തേക്ക് തന്നെ നിനക്കും പോവേണ്ടി വരുമെന്നും ജാക്ക് പറഞ്ഞു. ഇത് കേട്ടതോടെയാണ് സ്റ്റാർലയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നത്. ജാക്ക് ബാരൻ തുടർച്ചയായി മോശമായ രീതിയിൽ സ്റ്റാർലയുടെ മക്കളോടും പെരുമാറാൻ തുടങ്ങിയതോടെ സ്റ്റാർല ജാക്കിനോടൊപ്പമുള്ള താമസം അവസാനിപ്പിച്ച് മാറി താമസിക്കാൻ തുടങ്ങി. സ്റ്റാർല പോയതോടെ കുട്ടികളെ നോക്കുന്നത് ജാക്ക് ബാരന് വീണ്ടും തലവേദനയായി.
അവസാനം രാത്രികാലത്തേക്ക് മാത്രം ഒരു ബേബി സിറ്ററിനെ നിർത്താൻ ജാക്ക് തീരുമാനിച്ചു. 1993 ഫെബ്രുവരി 7 അന്ന് രാത്രി ബേബി സിറ്റർ ജാക്കിന്റെ വീട്ടിലെത്തുമ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ നോക്കാൻ ബേബി സിറ്ററിനെ ഏൽപ്പിച്ച് ജാക്ക് ബാരൻ ജോലിക്ക് പോവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ജാക്ക് അദ്ദേഹത്തിന്റെ റൂമിൽ കയറി ഉറങ്ങാനായി കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ബേബി സിറ്ററിന്റെ നിലവിളി കേട്ട് ജാക്ക് ബാരൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. മൂത്ത മകൻ ജെർമി ഉറങ്ങി എഴുന്നേൽക്കുന്നില്ല എന്നും ശ്വാസമെടുക്കുന്നില്ല എന്നും പറഞ്ഞാണ് ബേബി സിറ്റർ നിലവിളിക്കുന്നത്. ജാക്ക് എഴുന്നേറ്റ് കുട്ടികൾ കിടക്കുന്ന റൂമിലേക്ക് പോയി നോക്കി. ജെർമിക്ക് അനക്കമൊന്നുമില്ല. അവരുടനെ എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചു. പോലീസും മെഡിക്കൽ ടീമും സ്ഥലത്തെത്തി. 4 വയസ്സുള്ള ജെർമി ബാരനും ഉറക്കത്തിൽ മരിച്ചിരിക്കുന്നു എന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു. ജെർമിയുടെയും മരണകാരണം കണ്ടെത്താൻ മെഡിക്കൽ എക്സാമിനറിന് കഴിഞ്ഞില്ല. തിരിച്ചറിയാൻ കഴിയാത്ത എന്തോ ഒരു ജനിതക രോഗമാണ് തന്റെ ഭാര്യയുടെയും മകന്റെയും ജീവൻ എടുത്തിരിക്കുന്നത് എന്നാണ് ജാക്ക് ബാരൻ പറയുന്നത്. പക്ഷേ ഇത്തവണ നാട്ടുകാർക്കും കുടുംബക്കാർക്കുമെല്ലാം ജാക്കിനുമേൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ കൊലപാതകമാണ് നടന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള തെളിവുകളൊന്നുമില്ലാത്തതിനാൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജെർമിയുടെ മരണാനന്തര ചടങ്ങുകൾക്കിടെ ജാക്ക് ബാരന്റെ മുഖത്ത് യാതൊരു വിഷമവും കാണാതിരുന്നതും എല്ലാവരിലും സംശയമുണ്ടാക്കിയിരുന്നു. ജെർമി മരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിൽ നിന്നും അവന്റേതായ എല്ലാ സാധനങ്ങളും ജാക്ക് ബാരൻ ഒഴിവാക്കി. അതിനുശേഷം മകൾ ആഷ്ലിയുമായി അയാൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു. ഭാര്യയും മകനും നഷ്ടപ്പെട്ട് ഏക മകളുമായി താമസിക്കുന്ന ജാക്കിനെയോർത്ത് അയാളെക്കുറിച്ച് കൂടുതലായി അറിയാത്ത പലരും സഹതാപപ്പെട്ടു. ആ സഹതാപം ജാക്ക് ബാരൻ ആസ്വദിക്കാനും തുടങ്ങിയിരുന്നു. പക്ഷെ അയാളെ അടുത്തറിയാവുന്നവരുടെ മനസ്സിലെല്ലാം ധാരാളം സംശയങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേസമയം തന്റെ ഭാര്യയ്ക്കും മകനും പിടിപെട്ട ജനിതക രോഗം തന്റെ മകളെയും ബാധിക്കുമോ എന്നുള്ള രീതിയിൽ പേടിച്ച് നടക്കുന്നത് പോലെയായിരുന്നു ജാക്ക് ബാരന്റെ പെരുമാറ്റം. അയാൾ ആഷ്ലിയുമായി നിരവധി ഡോക്ടേഴ്സിനെ പോയി കണ്ടു. പക്ഷേ ആഷ്ലിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ആഷ്ലിക്ക് 4 വയസ്സായി. 1994 ഓഗസ്റ്റ് 7. ആ സമയം ആഷ്ലിയെ നോക്കാനായി പുതിയൊരു ബേബി സിറ്ററായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 7 രാത്രി ഡ്യൂട്ടിക്ക് പോവാൻ നേരം ജാക്ക് ബാരൻ ബേബി സിറ്ററിനോട് ഒരു കാര്യം പറഞ്ഞു. പുറകിലെ ഡോർ അടയ്ക്കണ്ട, ചാരി വെച്ചാൽ മതി. കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ നേരത്തെ വരും. നിങ്ങളെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ശല്യം ചെയ്യണ്ട എന്ന് കരുതിയാണ് ഡോർ അടയ്ക്കണ്ട എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ജാക്ക് ബാരൻ വീട്ടിൽ നിന്നും ഇറങ്ങി. പുതിയ ബേബി സിറ്റർ ആയിരുന്നതുകൊണ്ട് തന്നെ അവർ ജാക്ക് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അടുത്ത ദിവസം രാവിലെ ബേബി സിറ്റർ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ജാക്ക് ബാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങാനായി കിടക്കുകയാണ്. അവർ നേരെ ആഷ്ലി കിടക്കുന്ന റൂമിലേക്ക് പോയി അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. പക്ഷേ ആഷ്ലിക്ക് അനക്കമുണ്ടായിരുന്നില്ല. മുൻപ് 2 മരണങ്ങൾ എങ്ങനെയാണോ നടന്നത് അതേ രീതിയിൽ തന്നെ ആഷ്ലിയും മരിച്ചിരിക്കുന്നു. ഞെട്ടിക്കുന്ന ആ വാർത്ത നാട് മുഴുവൻ പരന്നു. 2 വർഷത്തിനിടെ ദുരൂഹമായ സാഹചര്യത്തിൽ ബാരൻ ഫാമിലിയിലെ 3 പേർ മരണപ്പെട്ടിരിക്കുന്നു. അവശേഷിക്കുന്നത് ജാക്ക് ബാരൻ മാത്രം. ഇതോടെ പ്രതിഷേധങ്ങൾ കനത്തു. ജാക്ക് ബാരനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഐറീന്റെ പാരന്റ്സ് ഉൾപ്പെടെ രംഗത്തു വന്നു. ഇതോടെ പോലീസ് ആഷ്ലിയുടെ ഡെഡ് ബോഡി വിശദമായ പരിശോധനകൾ നടത്താനും അതിനോടൊപ്പം ഐറീന്റെയും ജെർമിയുടെയും സ്കെൽട്ടൺ റിമെയിൻസ് പുറത്തെടുത്ത് ഒരിക്കൽ കൂടി പരിശോധിക്കാനും തീരുമാനിച്ചു. പോലീസ് അന്വേഷണം ചൂടുപിടിക്കാൻ പാവം 2 കുട്ടികൾ കൂടി മരിക്കേണ്ടി വന്നു എന്ന് ചുരുക്കം. നിലവിൽ ജാക്ക് ബാരനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ അമ്മ റോബർട്ട ബട്ട്ലർ മാത്രമായിരുന്നു. തന്റെ മകൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നും ജനിതക രോഗമാണ് ഐറീന്റെയും മക്കളുടെയും മരണത്തിന് കാരണം എന്നുമായിരുന്നു റോബർട്ടയുടെ പരസ്യ പ്രസ്താവന. പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ ജാക്ക് ബാരനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി. ഇതോടെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഏക വ്യക്തിയായ അമ്മയോടൊപ്പം തന്നെ താമസിക്കാൻ ജാക്ക് ബാരൻ തീരുമാനിച്ചു. അവരുടെ വീട്ടിലേക്ക് താമസവും മാറ്റി. ആ സമയം 52 വയസ്സുള്ള റോബർട്ട ബട്ട്ലർ അവരുടെ ലിവിംഗ് പാർട്ട്ണറായ ടിമ്മിനോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ടിമ്മിന് ജാക്ക് തങ്ങളോടൊപ്പം താമസിക്കാനെത്തിയത് തീരെ ഇഷ്ടമായിരുന്നില്ല. അവർക്കിടയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോഴെല്ലാം റോബർട്ട തന്റെ മകന്റെ ഭാഗത്തു മാത്രമാണ് നിന്നത്. അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് റോബർട്ട ബട്ട്ലറിന് അപ്പോഴറിയില്ലായിരുന്നു. 1995 ഫെബ്രുവരി 27 ഒരു ദിവസം ടിം വീട്ടിലില്ലാതിരുന്ന ദിവസം ജാക്ക് ബാരൻ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് ഒരു ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞു. തന്റെ അമ്മ റോബർട്ട ബട്ട്ലർ അവരുടെ ബെഡ്റൂമിനകത്ത് അനക്കമില്ലാതെ കിടക്കുന്നുവെന്നും അവർ മരിച്ചു എന്ന് തോന്നുന്നു എന്നുമായിരുന്നു ജാക്ക് ബാരൻ പറഞ്ഞത്. ഇതോടെ തങ്ങൾ ഒരു സീരിയൽ കില്ലറിനെയാണ് ഇത്രനാൾ തിരിച്ചറിയാതെ പോയത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. റോബർട്ട ബട്ട്ലറിനെ ജാക്ക് ബാരൻ പില്ലോ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു.
ഇതോടെ ഐറീനെയും കുട്ടികളെയും അയാൾ അതുപോലെ തന്നെയായിരിക്കും കൊന്നത് എന്നും പോലീസ് ചിന്തിച്ചു. ഉടനെ തന്നെ ജാക്ക് ബാരനെ അറസ്റ്റ് ചെയ്ത പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ സ്വന്തം കുടുംബത്തിലെ 4 പേരെ കൊന്നതാണ് താൻ പോലീസ് പിടിയിലായിരിക്കുന്നു എന്നുള്ള ഒരു ഭയവും അവനുണ്ടായിരുന്നില്ല. പണമോ മറ്റ് പേഴ്സണൽ ഇഷ്യൂസോ ഒന്നുമായിരുന്നില്ല കൊലപാതകത്തിന്റെ മോട്ടീവ്. മറിച്ച് ജാക്ക് ബാരന് ഒരു പ്രത്യേക മാനസിക രോഗമായിരുന്നു. മുൻചൗസൻ സിൻഡ്രോം ബൈ പ്രോക്സി എന്നാണ് ആ അസുഖത്തിന് പറയുന്നത്. ഫാക്ടീഷ്യസ് ഡിസോർഡർ എന്നും പറയാറുണ്ട്. മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചുപറ്റുക എന്നുള്ളതാണ് ഈ അസുഖമുള്ളവർ പ്രധാനമായും ആഗ്രഹിക്കുന്നത്. അതിനവർ സ്വന്തം കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാനോ പരിക്കേൽപ്പിക്കാനോ വരെ തയ്യാറാവും. അതിലവർക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. എന്നിട്ട് തങ്ങൾ അവരെ കെയർ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർ സഹതപിക്കണം. ജിപ്സി ബ്ലഞ്ചാർഡ് എന്നൊരു പെൺകുട്ടിയുടെ കേസ് നമ്മൾ ചെയ്തതാണ്. ഒരസുഖവുമില്ലാതിരുന്ന മകളെ വർഷങ്ങളോളം വീൽചെയറിലിരുത്തി കൊണ്ടു നടന്ന അമ്മയുടെ കേസ്. അവസാനം മകൾ ആ അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ ജാക്ക് ബാരന്റെ അസുഖം എക്സ്ട്രീം ലെവലായിരുന്നു. സ്വന്തം ഭാര്യയെയും മക്കളെയും അമ്മയെയും കൊന്നിട്ടും അയാളിൽ ഒരു തരി വിഷമം പോലും ഉണ്ടായിരുന്നില്ല. ജാക്ക് ബാരന് ഇത്തരമൊരു മാനസിക രോഗമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ 5 വർഷത്തിനു ശേഷം 2000-ലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. തലയിണ വെച്ച് ശ്വാസം മുട്ടിച്ചാണ് ജാക്ക് കുടുംബത്തെ മൊത്തം കൊലപ്പെടുത്തിയത് എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു. ഈ കേസിൽ ജാക്ക് ബാരന് 4 ജീവപര്യന്തമാണ് കോടതി ശിക്ഷയായി വിധിച്ചത്. ഇനിയൊരിക്കലും ജാക്ക് ബാരൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങില്ല. ഇനി ഈ കേസിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച. സംശയിക്കാൻ ഇത്രയും കാരണങ്ങളുണ്ടായിരുന്നിട്ടും ഐറീൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ തന്നെ പോലീസിന് ഈ വിവരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മറ്റു 3 പേരുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു. രണ്ടാമത്, തങ്ങളുടെ മകൾ ഐറീനെ ജാക്ക് ബാരൻ കൊലപ്പെടുത്തിയെന്നുള്ള സംശയമുണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആ കുട്ടികളുടെ സംരക്ഷണം ഐറീന്റെ പാരന്റ്സ് ഏറ്റെടുക്കാതിരുന്നത്? അതിനൊരുപാട് നിയമ തടസ്സങ്ങൾ ഉണ്ടാവാം. എന്നിരുന്നാലും മൂത്ത കുട്ടിയായ ജെർമി മരിച്ചപ്പോഴെങ്കിലും അവരൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആഷ്ലിയെയെങ്കിലും രക്ഷിക്കാമായിരുന്നു. കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഡോക്ടേഴ്സിന് പോലും കൊലപാതകം തിരിച്ചറിയാൻ കഴിയാതായി. മൊത്തത്തിൽ നമ്മളെ നിരാശരാക്കുന്ന ഒരു കേസാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ. ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്.